ഇദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് വേണ്ട, ഇദ്ദേഹത്തെ ഞാനാ വിളിച്ചേ. വന്നോളൂ. അമ്മേ, എന്തു പറ്റി? നിൽക്കൂ. എനിക്കെന്തോ കൃഷി വിളിച്ച പോലെ തോന്നുന്നു. നീ എന്താ പറയുന്നത്? ഈ സമയത്ത് ഇവിടേക്ക് കൃഷി വരേണ്ട കാര്യം എന്താ? നീ അവനെപ്പറ്റി എപ്പോഴും ആലോചിച്ചിട്ടാ ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ, എന്തു പറ്റി? അത് പിന്നെ ഒന്നുമില്ല. നടക്കൂ. ദിസ് വേ. ഞാൻ ചോദിച്ചോട്ടെ, പരിചയമില്ലാത്ത ആളെ എന്തിനാ ഇങ്ങനെ സഹായിക്കുന്നത്? നിങ്ങൾ അപരിചിതനല്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ സഹായിച്ചത്. കഴിഞ്ഞ ആഴ്ച വണ്ടി കേടായിട്ട് നിങ്ങളാണ് എന്നെ സഹായിച്ചത്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുംബൈ പൂനെ. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നിങ്ങൾ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ, അതാ എനിക്ക് മനസ്സിലാവാഞ്ഞ്. നിങ്ങൾക്ക് സുഖമല്ലേ? വളരെ സുഖമായിരിക്കുന്നു. അന്ന് താങ്ക് യു പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പൊ തന്നെ നിങ്ങൾ പോയി കളഞ്ഞു. അല്ല, നിങ്ങൾ മിസ്റ്റർ നായക്കിനെ കാണാൻ വന്നതല്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും നായക് സാറിന് ഈ ഫയൽ കൊടുത്തേ പറ്റൂ. എന്തു പറ്റി? എന്താ അങ്ങോട്ട് നോക്കുന്നത്? അല്ല, കൃഷി എന്തോ എന്നെ വിളിച്ച പോലെ എനിക്ക് തോന്നി. നമ്മുടെ പയ്യനെ തിരിച്ചു കിട്ടിയപ്പോൾ എനിക്കെന്തോ ഭ്രാന്തായെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, കം പോവാം. ഈ വഴിയാണെന്നും മിസ്റ്റർ ആൻഡ് മിസ്സസ് നായക് നടന്നു പോകുന്നത്. അവരെ കാണാൻ കഴിയൂല്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെ. താങ്ക് യു എന്നെ അകത്തേക്ക് വിട്ടതിന്. ഡാഡ്, ഇന്നിവിടെ വല്ല അന്നദാനം ഉണ്ടോ? ഇവനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഈ പിച്ചക്കാരനൊക്കെ ആരെ ഇങ്ങോട്ട് കയറ്റി വിടുന്നേ? അപ്പോൾ അത് നീയായിരുന്നോ? എൻ്റെ മകൻ്റെ കല്യാണം നീ കാരണമല്ലേ മുടങ്ങിയത്? ഞാൻ മിസ്റ്റർ നായകിനെ കാണാൻ വന്നതാണ്. മിസ്റ്റർ നായിക്കെങ്ങാനും നിന്നെ കണ്ട ഒരുപാട് ദേഷ്യം വരും, മനസ്സിലായോ? ഞാനിവിടെ ജോലി അന്വേഷിച്ച് വന്നതല്ല, ഞാനൊരു ഡീൽ സംസാരിക്കാൻ വന്നത്. ഡീലോ? മിസ്റ്റർ നായിക്ക് നിന്റെ കൂടെയൊക്കെ ഡീൽ ചെയ്യുമെന്നാണോ? നിനക്കറിയോ, മിസ്റ്റർ നായിക്കിനെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കാണാൻ പോലും പറ്റില്ല. ഓ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നീയാണല്ലേ ഇവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. എനിക്ക് മനസ്സിലായിടത്തോളം നിനക്ക് ജോലിയോട് ഒരു താല്പര്യമില്ലാത്ത പോലെ. സെക്യൂരിറ്റി. വേണ്ട വിക്രാന്ത്, പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. ഈ ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. നീ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വിക്രാന്ത് പ്ലീസ്. എന്തും ചെയ്യും. നിനക്കറിയില്ലേ, എനിക്ക് കുറേ കാലമായിട്ട് നിന്നെ ഇഷ്ടമാണ്. നിന്റെ ജോലി രക്ഷിക്കാനായിട്ട് ഒരു നൈറ്റിൽ എൻ്റെ കൂടെ വന്ന് കിടന്നൂടെ? ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കേണ്ടത് നിനക്കറിയില്ലേ? എത്ര ധൈര്യം! എന്ത് ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ മേലെ കൈവച്ചേ? സെക്യൂരിറ്റി, 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 സെക്യൂരിറ്റി! വിളിച്ചാ നിങ്ങൾക്ക് വേഗം വന്നൂടെ? ഓഫീസിലെ എംപ്ലോയി അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആരെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ? എന്താ നിങ്ങൾ ഉറങ്ങായിരുന്നോ? അതുമാത്രമല്ല, എൻ്റെ മകൻ ഇവൻ അടിക്കുകയും ചെയ്തു. എൻട്രി ഇല്ലാതെ എങ്ങനെ അകത്തേക്ക് വന്നത്? എല്ലാവരും പോയിക്കോ. സാർ എനിക്ക് നായക് സാറിനെ കാണണം. പുറത്തോട്ട് പോകാനാ പറഞ്ഞേ. സാർ, ഒരു പയ്യൻ സെക്യൂരിറ്റിയുമായി വഴക്കുണ്ടാക്കുക. അങ്ങേ കാണണമെന്നാ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ആരാ? കൃഷ. നോക്ക്, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കൃഷി നമ്മുടെ മകനാണെന്ന് ഇവിടെ ആർക്കും മനസ്സിലാവാൻ പാടില്ല, അറിയാലോ? പക്ഷെ സെക്യൂരിറ്റി അവന്റെ മേലെ കൈവച്ച നോക്കി നിൽക്കണം നമ്മള്. കൃഷിന് അങ്ങനെ ചെയ്യുന്നതൊന്നും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. പ്ലീസ് സഞ്ജയ്, നമ്മുടെ മോനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ നോക്ക്. ഒരു വഴിയുണ്ട്. നീ എന്താ നിന്ന് കളഞ്ഞേ? ഇവനെ ആദ്യം മര്യാദ പഠിപ്പിക്കാൻ നോക്ക്. അവനത് ജീവിതത്തിൽ മറക്കരുത്. ഏയ്, ഇവിടെ എന്താ നടക്കുന്നത്? സാർ, ഇവനാണ് നമ്മുടെ ബിൽഡിങ്ങിനകത്തേക്ക് കയറി വന്നത്. നിങ്ങൾ എന്ത് ജോലി അവിടെ ചെയ്യുന്നത്? നമ്മുടെ ബിൽഡിങ്ങോ? അവസാനമായിട്ട് പറയാം, ഇത് നമ്മുടെ ബിൽഡിംഗ് അല്ല, എൻ്റെ ബിൽഡിങ്ങാ. പിന്നെ വേറൊരു കാര്യം, എന്നെ ആര് കാണണം കാണണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ താനാരാ? മോനെ, ആ ഫയലിങ് തന്നെ. നിങ്ങളാരാ? അതെന്താ, നീ കാണാൻ വന്നത് ആരെയാണെന്നപ്പോൾ നിനക്ക് അറിയില്ലേ? പിന്നെ നിന്റെ പ്രൊപ്പോസലും അത്ര നന്നായിട്ടൊന്നുമില്ല. വാ, അകത്ത് പോയി ഇരുന്ന് സംസാരിക്കാം. ഓക്കെ സാർ. മേ ഐ? ഷുവർ ഷുവർ,
കം വിത്ത് മീ. എന്താ കാര്യം? താഴെ നീ ആരുമായിട്ടോ വഴക്കുണ്ടായെന്ന് കേട്ടല്ലോ. പക്ഷേ ഇപ്പോൾ നീ ഇവിടെ വന്ന് കോൺട്രാക്റ്റുമായിട്ട് നിൽക്കുവാണല്ലോ. ശരി, ഈ ഡീല് നമുക്ക് എന്താവുമെന്ന് നോക്കാം. ഇത് നിങ്ങൾ രണ്ടുപേരുടെയും ടാലൻ്റാണ് നിശ്ചയിക്കുന്നത്. സർ, നിങ്ങളെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യും. ഞങ്ങൾ റീഡെവലപ്മെൻറ്റ് പ്ലാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. 31% പ്രോഫിറ്റ് എന്തായാലും വരും. സാർ, വലിയ ബിസിനസ്സുകാരെ പോലെ എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എൻ്റെ ഈ പ്ലാൻ കൊണ്ട് നമുക്ക് അവരെക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. മാത്രമല്ല പാവപ്പെട്ടവരുടെ അനുഗ്രഹവും കിട്ടും. ഒന്നുമില്ലാത്തവരുടെ സ്ഥലം വാങ്ങി എന്തിനു നമ്മൾ പാപം വിളിച്ചു വെക്കണം? നമുക്കെല്ലാം നേർവഴിയിൽ കൊണ്ടുപോകാം. എല്ലാവരെയും നമ്മളല്ലേ നോക്കേണ്ടത്. അവരുടെ കുട്ടികളെ നല്ല സ്കൂളിൽ ചേർക്കണം. സാർ, നമ്മൾ ആ ധാരാവീട് പ്ലാൻ ശരിയാക്കിയിട്ട് ആ പാവപ്പെട്ടവർക്ക് നമുക്ക് നല്ലൊരു ജീവിതം ഓഫർ ചെയ്യാൻ പറ്റും. പ്ലീസ്. മിസ്റ്റർ നായിക് ഒരു ബിസിനസ്മാനാ. ഏത് ബിസിനസ്സും പ്രോഫിറ്റ് ഇല്ലാതെ ചെയ്യില്ല. നിന്നെപ്പോലുള്ള ചിന്താഗതിയുള്ളവർ ഒരിക്കലും ബിസിനസ്മാൻ ആവാൻ പാടില്ല. മിസ്റ്റർ ക്രിഷ്, എനിക്ക് നിങ്ങളുടെ ഡീൽ ഇഷ്ടമായി. പോകുന്നതിന് മുമ്പ് കോൺട്രാക്ട് സൈൻ ചെയ്തേക്ക്. മിസ്റ്റർ നായക്, ഒന്നും അറിയാത്തവൻ ഈ റീഡെവലപ്മെന്റ് പ്രോജക്റ്റിനെ പറ്റി എന്തറിയാന്നാ പറയുന്നത്? എനിക്ക് കൃഷിൻ്റെ മേലെ പൂർണ്ണ വിശ്വാസമുണ്ട്. അവനെല്ലാം നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെന്തിനാ ജഡ്ജ് ചെയ്യുന്നത്? അവനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. നിങ്ങളുടെ മകനുമില്ല. അണ്ടർസ്റ്റാൻഡ്? ഒരുപാട് നന്ദിയുണ്ട് സാർ. ആയിരം കോടിയോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. സ്വന്തം അമ്മയുടെ അനുഗ്രഹമുള്ളവർക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആ ഡീല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാവി ഭാര്യയെ ശാലിനിയെ കണ്ടോട്ടെ. സാർ, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. രാത്രി പകലെന്നില്ലാതെ ജോലി ചെയ്യും. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കും. അവൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. സാർ, എനിക്കിപ്പോൾ അവളെ കാണാലോ അല്ലേ? കൃഷ് മോനെ, നിന്നെപ്പോലെ ഒരുത്തനെ എന്നെക്കൊണ്ട് എങ്ങനെയാ വേണ്ടെന്ന് പറയാൻ പറ്റുക?